ഹായ് ഓൾ, ഞാൻ നന്ദന വിനോദ്, സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ് നെയിംസ് ഡൽഹി. അപ്പോൾ എല്ലാവരുടെയും നീറ്റ് എക്സാം റിസൾട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. എല്ലാവർക്കും എക്സ്പെക്റ്റഡ് മാർക്സ് ഒക്കെ തന്നെയാണ് കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ഇയർ MBBS എസെൻഷ്യൽസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് സ്റ്റെത്തസ്കോപ്പ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, MBBSന് ഉറപ്പായിട്ടും ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ് സ്റ്റെത്തസ്കോപ്പ്. ബട്ട് ഫസ്റ്റ് ഇയർ MBBSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റെത്തസ്കോപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമല്ല. ലൈക്ക് സെക്കൻഡ് ഇയറിൽ പോസ്റ്റിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റെത്തസ്കോപ്പിൻ്റെ ശരിക്കുള്ളൊരു യൂസ് വരുന്നത്. പക്ഷെ നിങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് സ്റ്റെത്തസ്കോപ്പ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ ഗിഫ്റ്റ് കിട്ടിയൊരു സ്റ്റെത്തസ്കോപ്പാണ്. അപ്പോൾ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യപ്പെട്ട് മേടിക്കേണ്ട ഒരു സാധനമല്ല. നിങ്ങൾക്കതിന് സമയമുണ്ട്, ഫസ്റ്റ് ഇയറിൻ്റെ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മേടിച്ചാലും മതിയാവുന്നതാണ്. അപ്പം അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് വൈറ്റ് കോട്ടിനെ പറ്റിയാണ്. അപ്പം എന്തായാലും എല്ലാ മെഡിക്കൽ കോളേജസിലും ഇത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ വൈറ്റ് കോട്ടിനെ പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് മിക്ക മെഡിക്കൽ കോളേജസിലും നമ്മൾ വൈറ്റ് കോട്ടിന് വേണ്ടിയിട്ട് ഫീ പേ ചെയ്താൽ മതിയാവും. അവർ തന്നെ നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ചില കോളേജസിൽ മാത്രം നമ്മൾ വൈറ്റ് കോട്ടിൽ എംബ്ലം മാത്രം ചെയ്യിച്ചാൽ മതിയാവും. വൈറ്റ് കോട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട, നിങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്തതിന് ശേഷം അവർ തന്നെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ടെക്സ്റ്റ് ബുക്സിനെ പറ്റിയാണ്. മിക്ക ആൾക്കാർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കും, MBBS നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങൾക്കത് മേടിക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ റെസ്പെക്റ്റീവ് കോളേജസിലെ സീനിയേഴ്സുമായിട്ടൊന്ന് സംസാരിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്സ് മേടിക്കുക. എന്താണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചാടി കയറി ടെക്സ്റ്റ് ബുക്സ് വാങ്ങിക്കും. അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സ് ചോദിച്ചിട്ട് ചിലപ്പം അവർ യൂസ് ചെയ്ത ടെക്സ്റ്റ് ബുക്സ് അവർ നിങ്ങൾക്ക് തരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് മേടിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇത്ര അത്യാവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് മാത്രം മേടിച്ചാൽ മതിയായിരിക്കും എന്ന് ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത പോയിന്റിൽ നിന്ന് മനസ്സിലാവും. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനെ പറ്റിയാണ്. അപ്പം MBBS ചെയ്യുന്ന മിക്ക സ്റ്റുഡൻസിൻ്റെയും കയ്യിലുള്ളൊരു സാധനമാണ് ഐപാഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ടാബ്ലറ്റ്സ്. അപ്പം ഇതൊരു MBBS എസെൻഷ്യൽ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം ഇത് നിങ്ങളുടെ MBBS ലൈഫ് കുറേ കൂടെ ഈസി ആക്കും. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ ആലോചിച്ചിട്ട് മേടിച്ചാൽ മതിയായിരിക്കും. ഇപ്പം ഞാനൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ മിക്ക ടെക്സ്റ്റ് ബുക്സും എൻ്റെ ടാബ്ലറ്റിൽ തന്നെയാണ്. ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ ടെക്സ്റ്റ് ബുക്സ് തന്നെ യൂസ് ചെയ്ത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ടാബ്ലറ്റിൻ്റെ ഒരു വലിയൊരു ആവശ്യം അങ്ങനെയുള്ളവർക്ക് വരുന്നില്ല. പക്ഷേ കുറച്ചും കൂടി യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഈസി ഒക്കെ ടാബ്ലറ്റ്സ് ആയിരിക്കും. ലൈക്ക് കുറേ ബുക്സ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റെഫർ ചെയ്യാനും ഒക്കെ പറ്റും. അറിയാം, മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സ് കുറച്ച് വലുതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയത്ത് ഇതെല്ലാം കൂടി ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഐപാഡ് അല്ലെങ്കിൽ ടാബ്ലറ്റ് മേടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഐപാഡ് വേണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാബ്ലറ്റ്സ് യൂസ് ചെയ്താൽ മതിയാവുമോ എന്നുള്ളതിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഐപാഡ് അല്ലെങ്കിൽ ടാബ്ലറ്റ് ഏതെങ്കിലും ഒരെണ്ണം മേടിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ അതിനനുസരിച്ച് മേടിച്ചാൽ മതിയാവും. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഡിസെക്ഷൻ കിറ്റ് ആൻഡ് ബോണ്ട് സെറ്റ്. ഇത് മേടിക്കേണ്ട അത്യാവശ്യമുണ്ടോ? ലൈക്ക് ഡിസെക്ഷൻ കിറ്റ് ചില കോളേജസിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പം എയിംസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ അനാട്ടമി ലാബിൽ നമുക്ക് ഡിസെക്ഷൻ കിറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഇയർ ഫുള്ള് ഡിസെക്ഷൻ ചെയ്തത്. ഞങ്ങൾക്ക് മേടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ചില കോളേജസിൽ അവർ നിങ്ങളുടെ ബാച്ചിനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിനോടും ഒരു ഡിസെക്ഷൻ കിറ്റ് വാങ്ങിക്കാൻ പറയും. ചില കോളേജിൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ മേടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അവിടെ ചേർന്നതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. പിന്നെ ബോണ്ട് സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡീസിലുള്ള എല്ലാ ബോൺസും അടങ്ങിയൊരു സെറ്റാണ് ബോണ്ട് സെറ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും അനാട്ടമിയിൽ പഠിക്കാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ അത് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല. ലൈക്ക് നിങ്ങളുടെ അനാട്ടമി ലാബിൽ മോസ്റ്റ്ലി ബോൺസ് ഒക്കെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇനി അതല്ലാതെ പേഴ്സണലി നിങ്ങൾക്കത് പഠിക്കാൻ ആവശ്യമുണ്ട് എന്ന് ഫീൽ ചെയ്താൽ നിങ്ങൾക്കത് മേടിക്കാവുന്നതാണ്. ലൈക്ക് അനാട്ടമിയിൽ ഓരോ ബോണിലെ മാർക്കിങ്സ് ഒക്കെ പഠിച്ചിരിക്കാൻ വേണ്ടി ബോൺ സെറ്റ് കയ്യിലുണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ അതും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് മേടിച്ചാൽ മതിയായിരിക്കും. ബിക്കോസ് അവർ മേടിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഇയറിലാണ് മെയിനായിട്ട് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സെല് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ നിന്ന് മേടിച്ചാലും മതിയാവും. അടുത്തത് ഫോർമൽ ഔട്ട്ഫിറ്റ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. അപ്പം മിക്കവർക്കും തന്നെ അറിയായിരിക്കും, ബോയ്സിന് ഫോർമൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഷർട്ട് പാൻറ് ആയിരിക്കും. ഗേൾസിന് കുർത്താസ് ആണ് മെയിൻലി. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ഒരു കോളേജിൽ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ബിക്കോസ് ചില കോളേജിൽ ഫോർമൽ ഔട്ട്ഫിറ്റ്സ് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ അത് തന്നെ വെയർ ചെയ്യണം. പിന്നെ പോസ്റ്റിങ്സിനൊക്കെ എന്തായാലും ഫോർമൽ ഔട്ട്ഫിറ്റ്സിൽ തന്നെ പോകണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കോളേജിൽ ഫോർമൽ ഔട്ട്ഫിറ്റ്സ് കമ്പൽസറി അല്ല എങ്കിൽ പോലും
വൈവയ്ക്ക് പോകുമ്പോഴാണെങ്കിലും പോസ്റ്റിങ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും എന്തായാലും അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 3 പെയർ ഓഫ് ഫോർമൽ ഔട്ട്ഫിറ്റ്സ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് PG കോച്ചിങ് സബ്സ്ക്രിപ്ഷൻസിനെ പറ്റിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാരോ, പ്രെപ്പ് ലാഡർ ഇതൊക്കെ PG കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പം ഇതിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കണോ വേണ്ടയോ എന്നത് ഇനി കൺഫ്യൂഷൻ നിങ്ങൾക്കാവണ്ട എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. നിങ്ങൾ അതിനെപ്പറ്റി ഇപ്പോഴേ വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ MBBSന് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനെപ്പറ്റി സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അതിനൊരു ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം എടുത്താൽ മതിയായിരിക്കും. ലൈക്ക് മുന്നോട്ട് നീങ്ങുമ്പോഴത്തേനും നിങ്ങൾക്ക് മോസ്റ്റ്ലി അതിൻ്റെ ഒരു യൂസ് ഉണ്ടാവും. അപ്പം ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം അടുത്തായിട്ട് എനിക്ക് ഹോസ്റ്റലിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെ പറ്റിയാണ് പറയാനുള്ളത്. അതായത് ബക്കറ്റ്, മഗ്, പില്ലോ, മാട്രസ്, പിന്നെ ഹാങ്ങേഴ്സ്. അപ്പം ഈ വക സാധനങ്ങളൊക്കെ ഏതൊരു ഹോസ്റ്റലിൽ പോകുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾ ഹോസ്റ്റലിന് അടുത്തുള്ള ഏതെങ്കിലും മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. എത്ര പേർക്ക് ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് പോസിബിൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. തൊട്ടടുത്തൊക്കെയാണ് കോളേജെങ്കിൽ അത് പോസിബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതിയാവും. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.